വേണ്ടി പ്രാർത്ഥിച്ചു. और एलिया अपने घुटनों के बीच में सर रख करके पानी गिराने के लिए प्रार्थना किया, आंसू बहाए. ശൗൽ ദൈവത്തെ നിരസിച്ചപ്പോൾ, जब शाऊल ने परमेश्वर का तिरस्कार किया, ശൗൽ ദൈവത്തെ അതേ നിഷേധിച്ചപ്പോൾ, जब शाऊल ने परमेश्वर की तिरस्कार किए, ഒരു രാത്രി മുഴുവൻ ശമൂവേൽ കരഞ്ഞു. एक रात्रि भर शमूएल आंसू बहाता रहा. കേൾക്കുന്ന സഹോദരങ്ങളെ, और मुझे सुनने वाले भाई बहनों, ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. और ऐसे बहुत लंबी सूची है. മോശയായിരിക്കാം, और चाहे मूसा हो, ഏലിയാവായിരിക്കാം, एलिया हो, എലീശയായിരിക്കാം, एलीशा हो, ശമൂവേലായിരിക്കാം, शमूएल हो, ഏത് പ്രവാചകന്മാരെ നിങ്ങൾ നോക്കിയാൽ आप कोई भी भविष्यवक्ता की ओर देखे, അവർ ദൈവത്തിന് മുൻപിൽ കരയുന്നവരായിരുന്നു. और ये सब परमेश्वर की उपस्थिति में रोने वाले. രാത്രി നിങ്ങൾ കരയുന്നുവോ? आज रात्रि यदि आप रोते हैं, മാർച്ച് മാസം 7-ാം തീയതിയും നിങ്ങൾ കണ്ണുനീരിലായിരിക്കുന്നു. मार्च महीने की 7वीं तारीख भी यदि आप आंसुओं में है, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കുന്നുവോ? बच्चों के लिए, बच्चों के भविष्य के लिए, परिवार के लिए, परिवार की स्थिरता के लिए यदि आप आंसू बहाते हैं, ഇന്ന് രാത്രി ദൈവകൃപയാൽ 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയട്ടെ, आज परमेश्वर की अनुग्रह की 100% की गारंटी के साथ में ദൈവത്തിന് മുൻപിൽ നിങ്ങൾ കരയുന്നു എങ്കിൽ, यदि आप परमेश्वर की उपस्थिति में रोते हैं, മനുഷ്യന്റെ മുൻപിൽ നിങ്ങൾ കരയേണ്ട ഗതികേട് വരികയില്ല. और मनुष्यों के सामने कभी रोने का स्थिति आपके जीवन में आएगा ही नहीं. ദൈവത്തിന് മുൻപിലാണ് നിങ്ങൾ കരയുന്നതെങ്കിൽ, यदि आपकी आंसू परमेश्वर की उपस्थिति में गिरते हैं, മനുഷ്യന്റെ മുൻപിൽ നിങ്ങൾ കരയത്തില്ല. तो फिर आपकी आंसू मनुष्यों के सामने गिराने की जरूरत नहीं पड़ेगा. ദാനിയേൽ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. दानिയേल परमेश्वर की उपस्थिति में घुटना टेक के प्रार्थना करने वाला था. ഡെയിലി 3 നേരം അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി दिन में പ്രാർത്ഥിച്ചു. 3 बार वो प्रार्थना किया करते हैं. ദാനിയേൽ പിടിച്ചതാ സിംഹ ഗുഹയിലിട്ട്, और दानिയേल को पकड़ के शेर के मांद में डाल दिए. ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുന്നവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടപ്പോൾ, जब परमेश्वर के सामने घुटना टेकने वाले को जब शेर के मांद में डाल दिया, സിംഹങ്ങൾ മുഴുവൻ ദാനിയേലിന്റെ മുൻപിൽ മുട്ടുമടക്കി. सारे शेर दानिയേल के सामने घुटना टेक दिए. ഹേയ്, ദൈവത്തിന് മുൻപിലാണ് നീ മുട്ടുമടക്കുന്നതെങ്കിൽ, यदि तुम्हारा घुटना प्रभु के सामने झुकते हैं, സകല പ്രശ്നങ്ങളും 100% നിന്റെ മുൻപിൽ മുട്ടുമടക്കി തന്നെയാകും. वो सारी समस्या तुम्हारे आगे घुटना टेक करके हार मान जाएगा. ദൈവത്തിന് മുൻപിൽ നീ കരയുന്നു എങ്കിൽ, यदि तुम्हारी आंसू परमेश्वर की उपस्थिति में ഒരു गिरते हैं, വ്യക്തിക്കും വിഷയത്തിനും നിന്നെ കരയിപ്പിക്കാൻ കഴിയത്തില്ല. और कोई प्रतिसंधियां प्रतिकूलताएं आपको रुला नहीं सकते. ദൈവത്തിന് മുൻപിൽ നീ മുട്ടുമടക്കുന്നെങ്കിൽ, यदि तुम परमेश्वर की उपस्थिति में घुटना टेकते, സകല പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ മുട്ടുമടക്കും. और वो सब कुछ तुम्हारे आगे भी घुटना टेक देगा. മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഉണ്ടായെങ്കിൽ, और यदि बच्चों के लिए रोने वाले माता पिता यहाँ है, ഈ രാത്രി മനസ്സിലാക്കണമേ, आज की रात्रि इस बात को समझे. ഹന്ന കരഞ്ഞു, हन्ना रोई, മകൻ പ്രവചിച്ചു. और तब उसके बेटे भविष्यवाणी किए. കരയുന്ന അമ്മയുണ്ടെങ്കിൽ മക്കൾ പ്രവചിച്ചു തന്നെയാകും. यदि आंसू बहाने वाले माँ यहाँ पर है, उनके बच्चे लोग जरूर नबूवत करेंगे. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. हाथ उठा करके विश्वास करने वाले जोर से हालेलुया बोले. നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം आपके हाथ में जो पुस्तक है, കണ്ണുനീരിനാൽ കുതിർക്കപ്പെട്ട ഒരു പുസ്തകം അത്രേ. ये आंसुओं से भिगाया हुआ पुस्तक है. അതുകൊണ്ട് ഈ രാത്രിയില് इसलिए आज की रात्रि കഠിന ഹൃദയങ്ങളൊന്നും അടയട്ടെ. आपके कठिन हृदय टूट जाए. നമ്മുടെ നിഗളങ്ങളെ നമുക്കൊന്ന് മാറ്റിവെക്കാം. हमारे घमंड को उतार फेंके. നമ്മുടെ ആത്മീയ എക്സ്പീരിയൻസ് നമുക്കൊന്ന് മാറ്റിവെക്കാം. हमारे आत्मिक अनुभवों का उसको हम लोग हटा दे. നമ്മുടെ കിരീടങ്ങളെ ഒന്ന് എടുത്ത് മാറ്റിവെക്കാം. हमारे मुकुटों को नीचे डाल दे. കാരണം തല വലുതായ ഹെഡ് വെയിറ്റ് ഉള്ളവനെ അല്ല ദൈവം പ്രയോജനപ്പെടുത്തുന്നത്. जिसका सर ऊंचा होता है उसको परमेश्वर कभी इस्तेमाल नहीं करते. ദൈവത്തിന് മുൻപിൽ കരയുന്നവനെ ദൈവം ഇന്ന് രാത്രിയിലും ഈ തലമുറയ്ക്കായി അന്വേഷിക്കും. परमेश्वर की उपस्थिति में रोने वालों को आज की इस पीढ़ी में भी परमेश्वर खोज रहा है. ഓ, തനിക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി കരയുന്നവനെ ദൈവം തേടുന്നു. खुद के लिए नहीं, परमेश्वर के लिए रोने वालों को परमेश्वर खोज रहा है. യേശു കർത്താവിൽ നോക്കുക, यीशु मसीह पे देखे, അവൻ പുരുഷാരത്തെ നോക്കി മനസ്സലിഞ്ഞ്, उसने जब भीड़ को देखकर तरस खाया, യെരൂശലേമിനെ കണ്ടവൻ മനസ്സലിഞ്ഞ്, यरूशलेम को देखकर तरस खाए. വീണ്ടും വേദപുസ്തകം പറയുന്നു, बाइबल बताती है, യേശുവിന്റെ കണ്ണുനീരും നിലവിളി നിങ്ങൾ കാണണമെങ്കിൽ यदि यीशु मसीह के आंसू और पुकार को सुनना है, देखना है, ഗെത്ശമന തോട്ടത്തിലേക്ക് നോക്കിയാട്ടെ. गेत्सेमनी के बागों में देखे. ലൂക്കോസ് 22:44, लूका 22 के 44 में, എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, इब्रानी 5 के 7 में വേദപുസ്തകം പറയുന്നു, बाइबल बताते हैं, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടും കൂടെ അവൻ പ്രാർത്ഥിച്ചു. और वो चिल्ला चिल्ला करके आंसुओं के साथ उसने प्रार्थना की. ഗെത്ശമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. गेत्सेमनी के बागों में यीशु ने प्रार्थना की, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. आंसू बहाकर प्रार्थना ഓ, की. പ്രാർത്ഥന ഒരു അധ്വാനമത്രേ. प्रार्थना एक मेहनत है. പ്രാർത്ഥന ഒരു അധ്വാനമാണ്. प्रार्थना एक मेहनत है. അധ്വാനിക്കുന്നവൻ വിയർക്കും. और जो परिश्रम करते हैं वो पसीना आता है. എന്നാൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ जब यीशु मसीह ने प्रार्थना किया, വിയർപ്പല്ല പുറത്തേക്ക് വന്നത്, उसके शरीर से पसीना नहीं निकले, കാരണം രക്തം അത്രേ പുറത്തേക്ക് വന്നത്. उसके शरीर से रक्त या खून जो है गिरने लगे. അതെ, വിയർപ്പിന് പകരം രക്തം അത്രേ പുറത്തേക്ക് വന്നത്. पसीने के बजाय खून निकलने लगे. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, आप पूछेंगे, ബ്രദർ സുരേഷ് ബാബു, എങ്ങനെയാണ് വിയർപ്പിന് പകരം രക്തം പുറത്തേക്ക് വരുന്നത്? भाई सुरेश बाबू बताओ कि ये पसीना के बजाय खून क्यों आया यीशु मसीह के शरीर से? രാത്രി ഞങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത, आज हम लोग रात में आपको
को समझे नहीं सकने का। നിങ്ങൾക്ക് ചിന്തിച്ചെത്തിപ്പിടിപ്പാൻ കഴിയാത്ത മാനസികമായ വ്യഥ ഒരുവന്റെ മേൽ കടന്നു വരുമ്പോൾ आप सोच नहीं सकने का, समझ नहीं सकने का एक मानसिक संघर्ष जब उसके अंदर में होते हैं, ബ്ലഡ് പ്രഷർ വർദ്ധിക്കും, जब उसकी खून की जो ब्लड प्रेशर बढ़ने लगता है ബ്ലഡ് വെസൽസ് ഉടയ്ക്കപ്പെടും, और उनके मसल तोड़ दिया जाता है, എന്നിട്ട് വിയർപ്പിന്റെ സ്ഥാനത്ത് രക്തം പുറത്തേക്ക് വരും. और उसके बाद पसीने के जगह में खून निकलने लगता है। 1000 വർഷങ്ങൾക്ക് മുമ്പ് 2000 वर्ष पहले യേശു കർത്താവ് ഗദശമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ यीशु मसीह जब गत्सेमने में प्रार्थना की, സകല മാനവ ജാതിയുടെ വ്യഥ അവന്റെ മേൽ കടന്നു വന്നു. सारे मानव जाति की व्यथाओं को उसने अपने ऊपर में उठा लिया। അതിൽ നിന്റെ വ്യഥയും വേദനയും ഉണ്ടായിരുന്നു സഹോദരനെ സഹോദരിയെ. हे प्रिय भाई बहनों, आपकी व्यथाओं को उसने उस समय क्रूस पर उठाए। ഓ നിന്റെ വ്യഥയും വേദനയും യേശു പ്രാർത്ഥിച്ചപ്പോൾ ഗദശമനയിൽ അവന്റെ മേൽ വന്നു. यीशु मसीह जब गत्सेमने में प्रार्थना किए, आपकी व्यथा और दर्द को उसने क्रूस पर उठा ഈ लिए। രാത്രി നീ പറയുന്നുണ്ടായിരിക്കാം, आज की रात्रि आप ऐसे कहते हैं, എന്റെ വേദന ആരാണ് കേൾക്കുന്നത്, मेरा वेदना कौन देखता है, ആരാണ് എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്, कौन मेरी अवस्था को पहचानता है, എന്റെ കണ്ണുനീർ ആർക്കാണ് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നത്. कौन मेरे आंसू को बता सकता है। ഇന്ന് രാത്രി നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്റെ അവസ്ഥ അറിയത്തില്ല, आज रात्रि आपके माता पिता आपकी परिस्थिति नहीं समझते, ആർക്കും ഭർത്താവിന് സുഹൃത്തിനും അറിയത്തില്ല. आपकी पति पत्नी या बच्चे आपके मित्र नहीं समझते, എന്നാൽ നീ നിന്നെ അറിയുന്നതിനേക്കാൾ നിന്നെ അറിയുന്ന കർത്താവ് നിന്റെ അരികിൽ നിൽക്കുന്നു. और तुम जितना अपने आप को समझते हो उससे बढ़ करके तुम्हें जानने वाला परमेश्वर तुम्हारे करीब खड़े है। നിന്റെ വേദന ഏറ്റെടുത്ത ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. और वो आपकी दर्द को अपने ऊपर में लेकर के परमेश्वर को वस्तु में रोए। നീ രാത്രി കരഞ്ഞ് നടക്കുന്നവരുണ്ടോ, आज रात्रि आंसू बहाने वाले हैं, കണ്ണുനീരിന്റെ വേദന വ്യഥയിലായിരിക്കുന്നവരുണ്ടോ, आंसू की दर्द में रहने वाले लोग हैं। 1000 വർഷങ്ങൾക്ക് മുമ്പ് 2000 वर्ष पहले ഗദശമന തോട്ടത്തില് गत्सेमने के बागों में ദൈവപുത്രനായ യേശു മാനസികമായി തകർക്കപ്പെട്ട് परमेश्वर के पुत्र यीशु मसीह मानसिक रूप से तोड़ दिए गए। ഓ ഗദശമന എന്ന വാക്കിനർത്ഥം എണ്ണച്ചക്ക് എന്നത്രേ. और जो गत्सेमने का मतलब है तेल का वो कुंड जो है, ഓ എണ്ണച്ചക്ക് ഓയിൽ പ്രസ്. और जो तेल निकालने वाला वो मशीन जैसे है। ഇന്ന് നിങ്ങൾ യഹൂദ ദേശത്തേക്ക് കടന്നുപോയാൽ आज जब यहूदा के देश में जाएंगे, അതെ യഹൂദന്മാർ 7 ക്രമത്തിലത്രേ ഒരുവിൻ കായ്കളെ ഉടയ്ക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. वहाँ पर तेल निकालने की 7 प्रक्रिया होती है। 6 മനുഷ്യന്റെ സംഖ്യ അത്രേ, 6 जो है मनुष्य की संख्या है, 7 ദൈവത്തിന്റെ സംഖ്യ അത്രേ, 7 जो है परमेश्वर की संख्या है। 7 കാഹളങ്ങൾ നമ്മൾ കാണുന്നു. हम 7 तुरहियों के बारे में पढ़ते हैं, ദൂതന്മാരെ കുറിച്ച് നമ്മൾ 7 വായിക്കുന്നു. दूतों के संदर्भ में पढ़ते हैं, 7 സഭകളുണ്ട്, 7 कलीसियाएं हैं, 7 മുദ്രകളുണ്ട്. 7 मोहर है, അതെ 7 ദൈവത്തിന്റെ സംഖ്യ അത്രേ. 7 जो है परमेश्वर की संख्या है। 7 means perfection. और 7 के मतलब संपूर्णता है। ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ यदि ये परमेश्वर आपको इस्तेमाल करना है, ഒരു അടഞ്ഞ പാത്രമല്ല, तुम एक बंधा हुआ पात्र नहीं, അടഞ്ഞ പാത്രമല്ല, तुम एक ढका हुआ पात्र ഈ नहीं, ഒരു ഉടഞ്ഞ പാത്രമായിരിക്കണം. तुम एक तोड़ा हुआ बर्तन बन जाए। പക്ഷേ നിങ്ങൾ അതെ പ്രാസംഗികരായിരിക്കാം, अच्छा प्रचारक आप हो सकते ഓ हैं, നിങ്ങൾ പാസ്റ്റേഴ്സ് ആയിരിക്കാം, आप शायद पासवान हो सकते നിങ്ങൾ हैं, വിശ്വാസികളായിരിക്കാം. आप विश्वासी हो सकते हैं। രാത്രി ശ്രദ്ധിക്കണമേ, आज रात्रि ध्यान से सुने, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ यदि परमेश्वर आपको इस्तेमाल करना है, ഒരു അടഞ്ഞ പാത്രമല്ല, तुम एक ढका हुआ बर्तन नहीं, ഉടഞ്ഞ പാത്രമായിരിക്കണം. बल्कि एक तोड़ा हुआ बर्तन तुम बन जाए। പുസ്തകം പറയുന്നു, बाइबल बताती है, യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ ഇതാ കടന്നു വന്നു. यीशु मसीह के पास एक महिला आती है, അവളുടെ കയ്യിൽ ഒരു വെൺകൽ ഭരണി ഉണ്ടായിരുന്നു. उनके एक मिट्टी का एक संगमरमर की एक भरनी उसके पास है। ആ വെൺകൽ ഭരണി അവൾ ഉടച്ചു. उस भरनी को तोड़कर, ആ വെൺകൽ ഭരണി അവൾ ഉടച്ചപ്പോൾ वो जब भरनी को तोड़ दिए, അതിനുള്ളിലുള്ളതായ അതേ അഭിഷേക തൈലം അത് പുറത്തേക്ക് വഴുകി. उसके अंदर से अभिषेक का तेल बहने लगी। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, आज मुझे सुनने वाले परमेश्वर के लोगों, ഉള്ളിൽ ദൈവം വെച്ചിട്ടുള്ള ഒരു അഭിഷേക തൈലമുണ്ട്. तुम्हारे अंदर में रखा हुआ एक अभिषेक है। അത് പുറത്തു വരണമെങ്കിൽ, यदि उसको बाहर आना है, അത് പുറത്തു വരണമെങ്കിൽ यदि वो अभिषेक बाहर आना നീ है, അടഞ്ഞിരുന്നാ പറ്റത്തില്ല, तुम बंद करके रहने से नहीं, നീ ഉടഞ്ഞാലേ പറ്റത്തുള്ളൂ. तुमको तोड़ने की जरूरत है। നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? आपको समझ में आ रहा है मैं क्या बोल रहा നീ हूँ? അതെ അടഞ്ഞിരുന്നാ പറ്റത്തില്ല, तुम ढका हुआ रहने से नहीं, നീ അടഞ്ഞാൽ പറ്റില്ല, നീ ഉടഞ്ഞാലേ പറ്റത്തുള്ളൂ. तुम ढका हुआ नहीं बल्कि तुम तोड़ा हुआ बन ഓ जाए। നീ ഉടയുമ്പോൾ മനസ്സിലാക്കണം, जब तुम तोड़ा जाता है, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ അത്രേ ചെയ്യുന്നത്. तुम समझने की तुमको परमेश्वर इस्तेमाल करने के लिए ऐसे करते हैं। ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. मैंने डेविड लिविंगस्टन नामक परमेश्वर के दास के बारे में सुना, ബ്യൂട്ടിഫുൾ ബുക്കിൽ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. और एक पुस्तक
पुस्तक में इस प्रकार से लिखा हुआ है डेविड लिविंगस्टन के बारे में। ലിവിങ്സ്റ്റൺ വളരെ ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ഫാമിലിയിൽ അതെ ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യനാത്രേ. और डेविड लिविंगस्टन जो है एक अच्छे परिवार में इंग्लैंड में उसका जन्म हुआ। ദൈവത്തിന്റെ വിളി തന്റെ മേൽ കടന്നു വന്നു. जब उसके ऊपर में परमेश्वर की बुलाहट हुआ, ഇംഗ്ലണ്ടിന്റെ സുഖലോലുപത തൻ ഉപേക്ഷിച്ച് ആഫ്രിക്കയിലേക്ക് കടന്നു വരികയും इंग्लैंड की सारे सुख समृद्धि को छोड़कर वो अफ्रीका में पहुंचे। ചിലർ തന്റെ അതെ രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിലേക്ക് വന്നു. उसके द्वारा कुछ लोग उद्धार पाकर प्रभु के बस्ती में आए, അവരെ ടീം മെമ്പേഴ്സ് ആക്കി. उनके टीम मेंबर बनाकर എന്നിട്ട് അദ്ദേഹം ഇതാ ആ ടീമുമായി തന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് തന്നെ അടുത്ത ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം പറവാൻ പോയി. अपनी सेवकाई की शुरुआत के दिनों में उन लोगों को लेकर के अगल बगल की गांव में सुसमाचार लेकर जाने लगे। അദ്ദേഹം വന്നിട്ട് മാസങ്ങളായില്ല, ആഴ്ചകളായതേ ഉള്ളൂ. और वो महीना भी नहीं, कुछ हफ्ते बस हुए, ചില ആഴ്ചകളായതേ ഉള്ളൂ. कुछ हफ्तों के अंदर അദ്ദേഹം ഒരു ദിവസം ഇതാ തന്റെ ടീം മെമ്പേഴ്സുമായിട്ട് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ एक बार डेविड लिविंगस्टन अपने टीम साथियों को लेकर के जब गांव में जा रहे थे, ഒരു കാട്ടിലൂടെ അവർ പോകുകയാണ്. जब जंगल से होकर के जाते हैं, പെട്ടെന്നൊരു സിംഹം ചാടി വീണ് अचानक एक शेर वहां पर आ गए। ഡേവിഡ് ലിവിങ്സ്റ്റന്റേതായ കൈയുടെ ഒരു ഭാഗത്തെ ആ സിംഹം ഇങ്ങനെ ചാടി വീണ് വലിച്ചു പിടിച്ച് और डेविड लिविंगस्टन के हाथ के एक जगह पर उस शेर ने पंजा मार दिया। തന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തടിയും കല്ലും ഒക്കെ എടുത്ത് അതെ അടിച്ച് ആ സിംഹത്തെ ഓടിച്ചു കളഞ്ഞു. और उनके साथ में जितने लोग थे डंडा लेकर के कुछ लेकर के उस शेर को वहां से भगा दिए। ഡേവിഡ് ലിവിങ്സ്റ്റൺ രക്ഷപ്പെട്ടു. और डेविड लिविंगस्टन तो बच गए, പക്ഷെ തന്റെ കഠിനമായി മുറിവേറ്റ്. और लेकिन बहुत ज्यादा घाव उनके शरीर में हुई, ദേവദാസൻ കഠിനമായി മുറിവേറ്റ്. उनके शरीर में बहुत ज्यादा चोट होने लगी। 28 വർഷം തുടർന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തു. और 28 वर्ष तक डेविड लिविंगस्टन ने परमेश्वर की सेवकाई की। 28 വർഷം അദ്ദേഹം ആഫ്രിക്കയിൽ ശുശ്രൂഷിക്കുമ്പോൾ 28 वर्ष तक जब डेविड लिविंगस्टन ने अफ्रीका में सेवकाई की, ഓരോ ദിവസം വേദനയോടെ എഴുന്നേറ്റ് നിന്ന് एक एक दिन दर्द के मारे खड़े होकर, വളരെ കഠിനമായ വേദന തനിക്കുണ്ടായിരുന്നു. बहुत उसको कठिन दर्द होता है। 28 വർഷം കഠിനമായ വേദന. 28 वर्षों से वो दर्द सहते हुए പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കഠിനമായ വേദനയോടെ നിന്ന് और उस बड़े दर्द में वो खड़े होकर के प्रचार की। പക്ഷെ ദൈവം ആ വ്യഥയും വേദനയും മാനിച്ച് और परमेश्वर ने उसके दर्द को और उसके घावों को आदर किया। 28 ലക്ഷം ജനം തന്റെ ശുശ്രൂഷയിൽ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടു വന്നു. 28 लाख लोग उनकी सेवकाई के द्वारा उद्धार पाए। 28 ലക്ഷം ജനം ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ടു വന്നു. 28 लाख लोग इनके सेवकाई के द्वारा, डेविड लिविंगस्टन के सेवकाई के द्वारा प्रभु में ഈ आए। തലമുറയിൽ ദൈവം ചോദിക്കുന്നത് इस पीढ़ी में परमेश्वर आपसे पूछते हैं, അടഞ്ഞ പാത്രങ്ങളല്ല, तुम एक ढका हुआ नहीं, ഗതശമനികൾ ഉടഞ്ഞവരെ അത്രേ. गतसमने में तोड़ा हुआ बर्तन तुम बन जाए। ഒരു ഗതശമനിയിൽ നിങ്ങൾ പോകുന്നു എങ്കിൽ यदि आप गतसमने में जाते हैं, തിന്മയ്ക്കായിട്ടല്ല, वो तुम्हारे बुराई के लिए नहीं, നന്മയ്ക്കായിട്ടത്രേ. सब कुछ भलाई के लिए। കുടുംബങ്ങളെ, വ്യക്തികളെ, परिवार और लोगों, സഹോദരി സഹോദരന്മാരെ, भाई और बहनों, ദൈവദാസന്മാരെ, परमेश्वर के भक्तों, നിങ്ങൾ ഉടയ്ക്കപ്പെടുന്നു എങ്കിൽ यदि आप तोड़ा जाता है, ഒരിക്കലും തിന്മയ്ക്കല്ല, वो कभी भी आपकी बुराई के लिए नहीं, അത് നന്മയ്ക്കായിട്ടത്രേ. ये आपकी भलाई के लिए है। കാരണം വേദപുസ്തകം പറയുന്നു, क्योंकि बाइबल इस प्रकार से बताती है, പുറപ്പാട് 27:20 വായിക്കുമ്പോൾ निर्गमन 27 के 20 में, അവിടെ നിരന്തരമായി സമാഗമന കൂടാരത്തിൽ ഒരു വിളക്ക് ദാ കത്തിക്കൊണ്ടിരിക്കുന്നു. और उस मिला वाले तंबू के अंदर में वो दीवट हमेशा जलते रहते हैं। അവിടെ ഒരു കതിര വിളക്കുണ്ട്. और वहां पर एक दीवट है, അത് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്നു. और वो हमेशा जलते रहते हैं। അർത്ഥം തലമുറയായി ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു. वे पीढ़ियों से पीढ़ी तक वो जलते ही रहते हैं। അപ്പന്റെ നേരത്ത് കാലത്ത് മാത്രമല്ല അത് ജ്വലിക്കുന്നത്, केवल पिताओं के जमाने में नहीं, മകന്റെയും കൊച്ചുമകന്റെയും കാലത്ത് അത് ജ്വലിക്കുന്നു. और उसके बेटे और परपोतों के समय में भी वो जलता ही रहता है। അത് അണയുന്നതേ ഇല്ല. वो कभी बुझती नहीं। അതൊരു സീസൺ മാത്രമല്ല ജ്വലിക്കുന്നത്. ये कोई सीजन में जलते नहीं। അത് ഞായറാഴ്ച മാത്രമല്ല ജ്വലിക്കുന്നത്. ये केवल रविवार को जलने वाला दीपक नहीं। അത് പ്ലാറ്റ്ഫോമിൽ വരുമ്പോ രക്തം ജയം, ആ പ്ലാറ്റ്ഫോം കാണുമ്പോൾ മാത്രമല്ല ജ്വലിക്കുന്നത്. वो मंजू में आने से रक्तम जय बोलने वाला चमक नहीं है उनके अंदर में। അത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. वो हमेशा जलते ही रहते हैं। ഹലോ, അത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. वो ज्योति हमेशा जलते रहते हैं। അത് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. हमेशा वो जलते रहते हैं। എന്തുകൊണ്ടാണ് അത് എപ്പോഴും അതിന്മേൽ തീയുള്ളത്? हमेशा वो जलते क्यों रहते हैं? വേദപുസ്തകം പറയുന്നു, बाइबल आगे बताते हैं, പിടിച്ചെടുത്തതായ ഒരു വെണ്ണ അതിന്മേൽ ഒഴിക്കുന്നത് കൊണ്ട്. क्योंकि उसके अंदर में वो तेल डाला जाता है। അതിന്റെ ചില ഒലിവൻ കായ്കൾ ഉടയ്ക്കപ്പെട്ടത് നിമിത്തം और जब वो बीज तोड़ करके उसमें तेल डाला जाता है, അതിലേക്ക് എണ്ണ വീഴ്ത്തപ്പെടുകയാണ്. जब उसके अंदर में तेल डाला जाता है, വിളക്കിനോട് ചോദിക്കാം, उस दीवट से पूछे, ഹേ വിളക്കേ, हे दीपक, മറ്റു പല ദീപങ്ങൾ കെട്ടുപോകുന്നു, നീ കെട്ടുപോകുന്നില്ല. बाकी सारी दिया बुझ जाते, तुम क्यों नहीं बुझते? മറ്റനേകർ കെട്ടുപോകുന്നു, നീ കെട്ടുപോകുന്നില്ല. कई सारे लोग बुझ जाते, तुम क्यों नहीं बुझते? എന്തുകൊണ്ട് നീ കെട്ടുപോകുന്നില്ല? तुम क्यों नहीं बुझते? അത് പറയേ. वो बोलेगा, ഇന്നലകൾ ചില ഒലിവൻ കായ്കൾ ഉടയ്ക്കപ്പെട്ടു. कल के दिनों में कुछ फल मेरे कारण से तोड़ दिए गए। ഇന്നലകൾ ചില ഒലിവൻ കായ്കൾ തകർക്കപ്പെട്ടു. कल के दिनों में कुछ तोड़ दिए गए मेरे कारण से। ഇന്നലകൾ ഉടഞ്ഞത് കൊണ്ടത്ര ഇന്ന് എന്റെ മേൽ തീയുള്ളത്.
കത്തുന്നത്. और कल तोड़ा गया इसलिए आज मेरे ऊपर में वो आग जलता है. ഈ സെക്കൻഡ് മുതൽ ഈ അന്തരീക്ഷം മാറുകയാണ്. इस समय से ये सारे वातावरण बदल रहा है. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, पवित्र आत्मा में मैं कहना चाहता हूँ 2012 2012 में 2011 2011 में 2010 2010 में കഴിഞ്ഞ വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ पिछले सालों की ओर मुड़ कर देखे ഒറ്റയ്ക്കും കൂട്ടമായി മിലായിൽ ഉടഞ്ഞവരെ, और अकेले और समूह में आप जहाँ जहाँ भिलाई में तोड़े गए, മിലായിൽ തകർന്നവരെ, भिलाई में तोड़े गए, നിലവിളിച്ചവരെ, चिल्लाए हुए लोग, ഒറ്റപ്പെട്ടവരെ, अकेले किए हुए लोग, പരിഹാസപാത്രമായവരെ, दूसरों के लिए मजाक बन गए लोग, തല ഉയർത്തുക, सर ऊंचा करो, ഹല്ലേലൂയ പറയുക. हालेलुया बोलो. ഇന്നലകൾ നിങ്ങൾ തിന്മയ്ക്കായിട്ടല്ല, कल के दिनों में यदि तुम्हारे जीवन में कुछ बुराई हुई, ഇന്നലകൾ നിങ്ങൾ ഉടഞ്ഞത് തിന്മയ്ക്കായിട്ടല്ല, कल के दिनों में यदि तुम तोड़ेगी वो बुराई के लिए नहीं. തലമുറ തലമുറയായി നിനക്കൊരു ജ്വലനമുണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. पवित्र आत्मा कहते हैं पीढ़ियों से पीढ़ी तक तुम जलते रहेंगे. നിന്റെ അഭിഷേകം 6 മാസത്തേക്കുള്ളതല്ല, तेरा अभिषेक 6 महीना में नहीं, തലമുറ തലമുറയായി ഇത് വെളിപ്പെടുവാൻ പോകുന്നു. पीढ़ी दर पीढ़ी तक फैलने वाला अभिषेक है. സ്നാനപ്പെട്ടപ്പോൾ നിന്റെ ബന്ധുക്കൾ പറഞ്ഞത്, जब तुमने बपतिस्मा लिया तुम्हारे मित्रों ने कहा 6 മാസം കഴിഞ്ഞിട്ട് മടങ്ങി വരും. तुम 6 महीने के बाद वापस आएगा. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से രാത്രി ഞാൻ പ്രവചിച്ചു പറയട്ടെ, आज के रात्रि में भविष्यवाणी करके बोलूं, അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരും. तो उनके पक्ष में नहीं जाएगा बल्कि वो तुम्हारे साथ आ जाएगा. നീ അവരുടെ പക്ഷം ചേരത്താൽ അവർ നിന്റെ പക്ഷം तो ചേരും. उनके पक्ष में नहीं जाएगा बल्कि वो तुम्हारे पक्ष में आ जाएगा. ഇന്നലകൾ നീ ഉടഞ്ഞത് തിന്മയ്ക്കായിട്ടല്ല, कल के दिनों में यदि तुम तोड़ दिए गए वो बुराई के लिए नहीं, നന്മയ്ക്കായിട്ടത്രേ. वो तुम्हारी भलाई के लिए. ആരാണോ ദൈവത്തിന് മുൻപിൽ കരഞ്ഞത്, जिसने भी प्रभु की वस्तु में रहे ദൈവം അവരെ പ്രയോജനപ്പെടുത്തി. परमेश्वर ने इस्तेमाल किया. ഇന്ന് രാത്രി आज की रात्रि യേശു ഇവിടെയുണ്ട്, यीशु यहाँ है, അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, उसकी उपस्थिति यहाँ है, ബലമുള്ളതായ കരം ഇവിടെ ചലിക്കുന്നു. उसके बलवंत हाथ यहाँ पर काम कर रहे അവൻ हैं. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവത്രേ. वो अद्भुत कार्य करने वाला परमेश्वर है. ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയാത്ത ഒരു വിഷയമില്ല, परमेश्वर के लिए ऐसा कोई समस्या नहीं जिसका समाधान नहीं. ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല, परमेश्वर चंगा नहीं कर सकने वाला कोई बीमारी नहीं. കർത്താവിന് പുറത്താക്കാൻ കഴിയാത്ത ഒരു ഭൂതമില്ല, परमेश्वर दूर नहीं कर सकने वाला कोई दुष्टात्मा नहीं. അവനെ തകർക്കാൻ കഴിയാത്ത ഒരു ശാപമില്ല. वो तोड़ नहीं सकने वाला कोई श्राप नहीं. ഇന്നലകൾ നിങ്ങൾ ദൈവസന്നിധി നുറുങ്ങിയെങ്കിൽ കരഞ്ഞുവെങ്കിൽ, यदि बीते दिनों में तुम परमेश्वर को बस में तोड़ दी गए, यदि तुम टूटे हुए अवस्था में रोए हैं, ഈ രാത്രിയിൽ നിങ്ങൾ കരയുന്നെങ്കിൽ यदि आज रात्रि भी आप आंसू बहाते हैं, ദൈവത്തിന് വിടുതൽ നിങ്ങളിലേക്ക് കടന്നു വരും. परमेश्वर की छुटकारा आपके ऊपर में आ रहा है. എന്നും വിടുതൽ, എന്നും കണ്ണുനീരല്ല, रोज रोज आंसू नहीं, എന്നും വേദനയല്ല. हर दिन वेदना नहीं. അറിയാതെ ഒരു ഗതശമനയിൽ നിങ്ങൾ പ്രവേശിച്ചുവെങ്കിൽ, यदि अनजाने में यदि गत्समने में आप प्रवेश किए हैं, ഗതശമനയിൽ ദൈവം നിങ്ങളെ പുറത്തെടുക്കുക, उस गत्समने से परमेश्वर आपको बाहर लाएगा ജീവിതത്തെ മാനിക്കുക. और आपके जीवन को आदर करेगा. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയുന്നു? कितने लोग हाथ उठा के बोलेंगे? ഇവർ കരങ്ങൾ ഉയർത്തി പറയുന്നു, कितने लोग हाथ उठा के बोलेंगे? അതേ കർത്താവേ, हाँ प्रभु, എന്റെ കണ്ണുനീര് നീ മറുപടി നൽകണമേ, मेरे आंसुओं को उत्तर दे, എന്റെ തകർച്ചയ്ക്ക് നീ മറുപടി നൽകണമേ, मेरे टूटे हुए अवस्था को छुटकारा दे, എന്റെ വേദന നീ കാണണമേ, मेरे वेदना को देख प्रभु, എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണമേ. मेरी अवस्था को जान प्रभु. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. हाथ उठा करके सब एक क्षण प्रार्थना करें. ആത്മാവ് ചലിക്കുന്നു, पवित्र आत्मा चल रहा है, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുന്നു, क्योंकि परमेश्वर के कार्य तुम्हारे ऊपर में प्रकट हो रहा है, സാന്നിധ്യം നിന്നിൽ ഇറങ്ങി വരുന്നു. उसकी उपस्थिति तेरे ऊपर में उतर रहा है. യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से, യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम से, യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम से. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. हाथ उठाकर बोले हालेलुया, जोर से हालेलूया, जोर से हालेलूया, हालेलुया, और जोर से हालेलूया. हालेलुया. ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, पहली बात बाइबल बताती है, കരയുന്നവൻ അത്രേ പ്രവാചകൻ. एक भविष्यवक्ता रोने वाला होता ഇന്നും है. ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ കരയുന്നു എങ്കിൽ आज भी यदि आप पवित्र परमेश्वर की उपस्थिति में रोते हैं, തീർച്ചയായും 100% ഇന്നും വിടുതലുണ്ട്. 100% आपको छुटकारा भी है. രണ്ടാമതായി और दूसरी बात, ഒരു പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? एक भविष्यवक्ता की दूसरे गुण क्या होता है? 24 ലൂക്കോസ് സുവിശേഷം 24:19 വായിക്കുമ്പോൾ, लूका सुसमाचार 24 का 19 कहते हैं, ലൂക്കോസ് 24:19 ഇവണ്ണം പറയുന്നു, लूका 24-19 इस प्रकार से कहते हैं, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവൻ അത്ര പ്രവാചകൻ. एक भविष्यवक्ता जो है उनके बात में और उनके काम में शक्ति रखता है, बात में और काम में शक्ति है. और बात में और काम में शक्ति है. ആമേൻ. ആമേൻ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവൻ അത്ര പ്രവാചകൻ. उनके बात में और काम में शक्ति रहता है. ഓ സന്തോഷം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ, വാക്കിലും ശക്തി പ്രവൃത്തിയിലും ശക്തി. यदि आप खुश हैं तो अगल बगल वाले को छू करके कहें बात में और काम में शक्ति है. രണ്ടുപേരെ തൊട്ട് പറഞ്ഞേ, अगल बगल वाले को छू कर बोले, രണ്ടുപേരെ തൊട്ട് പറഞ്ഞ് വാക്കിലും പ്രവൃത്തിയിലും ശക്തി. अगल बगल वाले को छू कर कहे
बात में और काम में सामर्थ्य है, വാക്കിലും പ്രവൃത്തിയിലും ശക്തി. बात में और काम में सामर्थ्य है. ഇന്ന് രാത്രി आज की रात्रि ദൈവത്തിന്റെ വചനത്തിലെ ശക്തിയുണ്ട്, ദൈവ പ്രവൃത്തിയിലും ശക്തിയുണ്ട്. परमेश्वर की वचन में भी सामर्थ्य है, परमेश्वर की कामों में भी सामर्थ्य है. കാരണം നമ്മുടെ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ जब हम परमेश्वर की ओर देखते हैं, ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്നതുപോലെ एक सिक्के के जैसे दो पहलू है. ഒരു വശത്തവൻ ആലോചനയിൽ വലിയവൻ, ഒരു വശത്തവൻ ആലോചനയിൽ വലിയവൻ, और एक तरफ वो अपने बातों में सामर्थ्य है, മറുവശത്തവൻ പ്രവൃത്തിയിൽ ശക്തിമാൻ. और दूसरी ओर वो अपने कामों में भी शक्तिशाली है. ആലോചനയിൽ വലിയവൻ, वचन में शक्तिशाली, പ്രവൃത്തിയിൽ ശക്തിമാൻ. काम में भी शक्तिशाली. നഹൂ 1:3 വായിക്കുമ്പോൾ नहू 1:3 कहते हैं ദൈവ മഹാശക്തിയുള്ളവൻ. परमेश्वर महाशक्तिशाली है. യേശു കർത്താവിൽ ആ ശക്തി ഉണ്ടായിരുന്നു. यीशु मसीह में वो शक्ति था. അപ്പോസ്തലപ്രവൃത്തി 10:38. और प्रेरितों के काम 10:38 में How God the Father anointed Jesus Christ of Nazareth with the Holy Ghost and with the power. परमेश्वर ने जिस प्रकार से प्रभु यीशु मसीह को पवित्र आत्मा और सामर्थ्य से अभिषेक किया, Yes, ദൈവ ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു. परमेश्वर के सामर्थ्य यीशु मसीह में था. യേശു കർത്താവിനോട് ചോദിക്കുക, यीशु मसीह से पूछे, കർത്താവ് എപ്പോഴാണ് ഈ ശക്തി അങ്ങേക്ക് ലഭിച്ചത്? प्रभु जी आपके ऊपर में सामर्थ कब आया? 12 വയസ്സിലിരുന്ന് പ്രസംഗിച്ചപ്പോഴാണോ? 12 साल की उम्र में प्रचार करते समय? 8ാം നാളിൽ പരിച്ഛേദനയ്ക്ക് കൊണ്ടുപോയപ്പോഴാണോ? 8वें दिन में जब उसको खतना करने के लिए ले जाएगा तब? ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ? जी उठने के समय क्या? അല്ലേ അല്ല. वो कभी नहीं. വേദപുസ്തകം പറയുന്നു, बाइबल इस प्रकार से बताते हैं. സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. लूका 4:1 में ഓ യേശു കർത്താവ് അതെ ഉപവസിപ്പാനായി മരുഭൂമിയിൽ ആത്മാവിൽ നിറഞ്ഞു പ്രവേശിച്ചു. और यीशु मसीह मरुस्थल में आत्मा के द्वारा उपवास करने के लिए ले जाएंगे. ഓ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ നിറഞ്ഞവരായി യേശു മരുഭൂമിയിൽ പ്രവേശിച്ചു. यीशु मसीह उपवास करने के लिए मरुस्थल में आत्मा के द्वारा ले जाएंगे. ലൂക്കോസ് 4:14 പറയുന്നു, लूका 4:14 कहते हैं. ആത്മാവിന്റെ ശക്തിയോടെ അവൻ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. और आत्मा की सामर्थ्य वो मरुस्थल से बाहर निकले. So while he was fasting and prayer, he was totally equipped with by the heavenly Father with the power of the Spirit. और इसका मतलब जब वो उपवास और प्रार्थना कर रहे थे, संपूर्ण रीति से परमेश्वर अपने दिव्य सामर्थ्य से परमेश्वर का पुत्र यीशु मसीह को सुसज्जित किए. ഓ യേശു കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ यीशु मसीह जब उपवास प्रार्थना किए, ദൈവ ശക്തിയാൽ നിറയപ്പെട്ടു. परमेश्वर की सामर्थ्य से उभर गए. യെശയ്യാ 40:31 അമ്മണ്ണം തന്നെ പറയുന്നു, यशायाह 40:31 इस प्रकार से कहते हैं, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. जो यहोवा की बाट जो होती है वो नया बल प्राप्त करते हैं. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ जब आप उपवास के साथ प्रार्थना करते हैं, പുറപ്പാട് 19:20 പറയുന്നു, और निर्गमन 19:20 कहते हैं, you are abiding in the presence of God. तुम परमेश्वर की उपस्थिति में निवास करते हैं. ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ जब तुम परमेश्वर की उपस्थिति में बाट जोते हैं, ദൈവ ശക്തിയാൽ നീ നിറയപ്പെടുന്നു. परमेश्वर की सामर्थ्य से तुम भरे जाएंगे. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 वर्ष पहले ഭൂമിയിൽ 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. और मरुस्थल में यीशु मसीह 40 दिन की उपवास किए. ദൈവ ശക്തിയാൽ അവൻ നിറയപ്പെട്ടു. परमेश्वर की सामर्थ्य से भरे गए. And after the fasting he returned to Galilee with the power of the Spirit. उस उपवास और प्रार्थना की बाद गलील की ओर बड़े शक्तिशाली बनकर के यीशु मसीह ഇപ്പോൾ गए. യേശു കർത്താവിലേക്ക് നോക്കിയാട്ടെ. अब यीशु मसीह की ओर देखे. കർത്താവ് യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കടന്നു പോകുമ്പോൾ जब यीशु मसीह उपवास प्रार्थना के बाद लौटते समय, വലിയ നദികളിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകുന്ന പോലെ और जैसे नदी से पानी की तेज बहाव होती है, ദൈവ ശക്തി യേശുവിൽ നിന്ന് ഇതാ പുറപ്പെടുകയാണ്. परमेश्वर का पुत्र यीशु मसीह से दिव्य शक्ति निकलने लगता है. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയുക. विश्वास करने वाले हाथ उठा करके जोर से बोले हालेलुया. और जैसे ഹല്ലേലൂയ. हालेलुया. ഓ വേദപുസ്തകം പറയുന്നു, बाइबल बताती है, യേശു എവിടെയാണോ കടന്നുപോയത് यीशु जहां जहां गए എല്ലായിടത്തും ദൈവ ശക്തി വ്യാപരിച്ചു. वो हर जगह में उसकी सामर्थकारी की. മർക്കോസ് 1:22 मरकुस 1:22 ജനം ഇപ്രകാരം പറഞ്ഞു, लोगों ने इस प्रकार से कहे, പരീശന്മാരെ പോലെയല്ല അവൻ സംസാരിച്ചത്. ये फरीसियों के समान बात नहीं करते, അധികാരത്തോടും ശക്തിയോടും അത്രേ അവൻ സംസാരിച്ചത്. अधिकार के साथ शक्ति से वो बात करते हैं. യേശു അധികാരത്തോടും ശക്തിയോടും അത്രേ സംസാരിച്ചത്. यीशु मसीह अधिकार और सामर्थ्य से बात किए. ഡി.എൽ. മൂടി എന്ന് പേരുള്ള ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. डीएल मूडी नामक एक प्रभु के दास है. ഓ അദ്ദേഹം എവിടെയാണോ കടന്നുപോയി പ്രസംഗിക്കുന്നത് और जहां जहां वो जाकर प्रचार करते हैं, എല്ലായിടത്തും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. वहां पर बहुत बड़ा ट्रैफिक जाम हो जाती है. കാരണം തന്റെ ശബ്ദത്തിൽ വെളിപ്പെടുന്നതായ ആകർഷണം അത്ര വലിയ അളവിൽ വെളിപ്പെട്ടു. क्योंकि उसके शब्दों से निकलने वाले लोगों की आकर्षित करने वाला सामर्थ्य शक्तिशाली है. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഡി.എൽ. മൂടിയുടെ ശബ്ദം ജനത്തെ ആകർഷിക്കുമായിരുന്നു. जिस प्रकार से चुंबक जो है लोहा को
खींच लेते हैं, वैसे डीएल मूडी की आवाज की सामर्थ्य लोगों को उसकी उपस्थिति में ले आते हैं। അതുകൊണ്ട് DL മൂടി തന്റെ നാളിൽ എവിടെ പോയി പ്രസംഗിച്ചാലും അവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. इसलिए जब डीएल मूडी के दिनों में जहां जहां वो प्रचार करने जाते हैं, ट्रैफिक जाम हो जाता है। ഇതുപോലെ തന്നെ യേശു കർത്താവിലേക്ക് നോക്കുമ്പോൾ वैसा ही यीशु मसीह की ओर देखे, എവിടെയാണോ കടന്നുപോയി യേശു കർത്താവ് വായി തുറക്കുന്നത്, जहां जहां यीशु जाकर अपने मुंह खोलते हैं, അവിടെ ദൈവശക്തി വെളിപ്പെട്ട് वहां पर परमेश्वर की सामर्थ प्रकट होकर